സംസ്ഥാനത്ത് വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം. തിരുവനന്തപുരം മുതലപ്പുഴയിലും അഞ്ചുതെങ്ങിലും തിരമാല ശക്തമായതോടെ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി. ഇന്നലെ രാത്രി തന്നെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മേഖലകളിൽ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറിയിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പ്രതിനിധി മാനസ മനോജ് ചേരുന്നുണ്ട്. മാനസ, കേരളത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പരിചിതമായ വാക്കാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. ഇത് ഈ ചൂട് കൂടുന്ന സമയത്ത് വരുന്നതാണ്. ആഴക്കടലിൽ ചുഴലിക്കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയേറിയ തിരമാലയാണ് കള്ളക്കടൽ എന്നിപ്പോൾ ജനങ്ങൾക്ക് സാമാന്യമായി എല്ലാവരും ജനങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇനി എത്ര ദിവസങ്ങൾ തുടരുമെന്ന് സംബന്ധിച്ച് കാലാവസ്ഥാ വകുപ്പ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? നിലവിൽ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ മാത്രമേ ഈ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ ചൂട്, അതോടൊപ്പം തന്നെ പ്രവചനാതീതമായ കാലാവസ്ഥ, ഇതിൻ്റെയൊക്കെ അനന്തരഫലമായാണ് ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം കേരളത്തിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പുലർച്ചെ 2:30 മുതൽ ഇന്ന് രാത്രി 11:30 വരെയാണ് ഈ പ്രതിഭാസം ഈ കേരള തീരത്ത് ഉണ്ടാവുക എന്നാണ് സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലുള്ളത്. നിലവിൽ റെഡ് അലേർട്ടിലായിരുന്നു ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസം കേരള തീരത്ത് നിലനിന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി അത് ഓറഞ്ച് അലേർട്ട് ആവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും നല്ല രീതിയിലുള്ള അതീവ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും വ്യക്തമാക്കിയത്. നമ്മളിപ്പോൾ അഞ്ചുതെങ്ങിലേക്ക് പോകുന്ന പൂത്തുറ ഭാഗത്താണുള്ളത്. ഈ അഞ്ചുതെങ്ങ്, മുതലപ്പൊഴി, പൂത്തുറ, പെരുമാതുറ, ഈ തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകൾ കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ഈ കടൽ ഭിത്തിയോട് ചേർന്ന് തന്നെ തിരമാലകൾ എത്തിത്തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, അതിശക്തമായ തിരമാലകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഏകദേശം ഒരു 15ഓളം വീടുകളുടെ ബാക്ക് സൈഡിലായി ഇങ്ങനെ കടൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ അകത്തേക്ക് കയറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും എല്ലാ വീടുകളുടെയും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ടല്ലോ കാണുന്നുണ്ട്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തിരമാലകൾക്ക് ശക്തി കൂടുതലായിരിക്കും, പക്ഷെ തിരമാലകൾ ഉയരത്തിൽ അടിക്കാറില്ല. അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് തന്നെയാണോ നമുക്ക് മനസ്സൊക്കെ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന? അങ്ങനെ തന്നെയാണോ? തിരമാലകൾക്ക് ശക്തിയുണ്ട്, പക്ഷെ ഉയരത്തിലല്ല തിരമാലകൾ അടിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നിലവിൽ കടൽ ഭിത്തിയോട് ചേർന്നെത്തി നിൽക്കുന്നു. എങ്കിൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്, സുനാമിയോളം ഭീതിപ്പെടേണ്ട സാഹചര്യമല്ല, എന്നാൽ സുനാമിക്ക് സമാനമായുള്ള ചെറിയ രീതിയിലുള്ള തിരമാലകളായിരിക്കും എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. അതിനെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അഞ്ചുതെങ്ങിൽ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ നാട്ടുകാർ ഈ തീരത്ത് താമസിക്കുന്നത് സംബന്ധിച്ച നേരത്തെ അവർക്ക് ഈ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് അവർക്ക് അറിയാമായിരിക്കാം. നിലവിൽ വലിയ രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ചോ മുൻ അനുഭവങ്ങൾ എന്തെങ്കിലും നാട്ടുകാർ തീരപ്രദേശത്ത് താമസിക്കുന്നവർ പറയുന്നുണ്ടോ? നേരത്തെ അവരോട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അനുഭവപ്പെട്ടത്. അത് തന്നെ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ഒരു ശമനമുണ്ടായിരുന്നു രാവിലെയോടുകൂടി. ഇപ്പോൾ വീണ്ടും തിരമാലകൾ ഇങ്ങനെ നിർത്താതെ അടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇടയ്ക്കിടെയുള്ള ഈ ഒരു തിരമാലകൾ കൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് എല്ലാ നാട്ടുകാരും. ഈ വീടുകളിൽ താമസിക്കുന്ന എല്ലാവരും അതീവ ജാഗ്രതയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം വരുമ്പോൾ തൊട്ട് കുറച്ചുകൂടി ദൂരെയുള്ള വീടുകളിലേക്ക്, അതായത് അയൽപക്ക വീടുകളിലേക്ക് മാറാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അത് കണക്കാക്കി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇനിയും കൂടുതൽ പേരെ മാറി താമസിപ്പിക്കേണ്ടി വരുമോ? ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അധികൃതർ നൽകുന്നുണ്ടോ? നിലവിൽ 5ഓളം വീടുകളിലാണ്
നിലവിൽ ഈ ഭാഗത്ത് പൂത്തുറ ഭാഗത്തുള്ള 5ഓളം വീടുകളിലുള്ളവരെയാണ് മാറ്റി താമസിപ്പിച്ചത്. ഈ 15ഓളം വീടുകൾക്ക് ഇത്തരത്തിലൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. വെള്ളം അകത്ത് കയറാത്ത സാഹചര്യത്തെ തുടർന്ന് അവരാരും തന്നെ ഇപ്പോൾ നിലവിൽ മാറിയിട്ടില്ല. അവർ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതും, ഇനി അഥവാ മാറേണ്ട സാഹചര്യം വന്നാൽ, വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം വന്നാൽ അവരും കൂടെ ഈ ഒരു അയൽപ്പക്ക വീടുകളിലും അതോടൊപ്പം തന്നെ ബന്ധു വീടുകളിലേക്കും മാറാനുള്ള എല്ലാ നടപടിക്രമങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അധികൃതർ അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ചെറിയൊരു ഭീതി പടർത്തുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും പെട്ടെന്ന് തന്നെ മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ പെട്ടെന്ന് തന്നെ അടിയന്തരമായി മാറണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ കടന്നു പോകുന്നത്. നേരത്തെ ഇനി എത്ര ദിവസത്തേക്ക് ഈ പ്രതിഭാസം തുടരും? നേരത്തെ മാനസ പറഞ്ഞു ഇന്ന് 11:30 വരെ ഈ പ്രതിഭാസം തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. മറ്റേതെങ്കിലും മുന്നറിയിപ്പുകൾ ഈ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ആളുകൾ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നില്ലല്ലോ. നിലവിൽ മത്സ്യബന്ധനത്തിന് ആരും പോകുന്നില്ല. പുതിയ മുന്നറിയിപ്പ് ഇതുവരെയും വന്നിട്ടില്ല. അതിന്റെ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 11:30 വരെയാണ് എന്ന കണക്കുകൂട്ടലിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഓറഞ്ച് അലേർട്ടിലാണ് തീരപ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളും, ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും ഓറഞ്ച് അലേർട്ടിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നുണ്ട്. ഈ കടൽ ഭിത്തി കടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ 11:30 വരെയുണ്ട് ഈ പ്രതിഭാസം എന്നും പറയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാത്രി 7 മണി മുതലുള്ള കാഴ്ചയാണിത്. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഓറഞ്ച് അലേർട്ട് വിവരങ്ങൾ നൽകിയത്. കള്ളക്കടൽ പ്രതിഭാസം ഇന്ന് 11:30 വരെ തുടരുമെന്നുള്ള വിവരങ്ങളാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്ത് നിന്ന് 5 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി താമസിച്ചിട്ടുണ്ട്. ആളുകൾ മത്സ്യബന്ധനത്തിന് പോകുന്നതുമില്ല. വിവരങ്ങളാണ് മാനസ മനോജ് നൽകിയത്.